ഹായ് ഹലോ എല്ലാവർക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം. അയ്യപ്പൻ്റെ സന്നിധിയിൽ ദിലീപിന് മാത്രമായിട്ടൊരു VIP ട്രീറ്റ്മെൻറ്റിൻ്റെ ആവശ്യം എന്തെന്നാണ് ഹൈക്കോടതി നമ്മുടെ ദേവസ്വം ബോർഡിനോടും മറ്റും ബാക്കി കോടതികളോടൊക്കെ ചോദ്യം ചോദിച്ചിരിക്കുന്നതെന്ന് പറയുന്നത്. ഇതൊരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. ഈ പറയുന്ന മനുഷ്യരെ പല തട്ടുകളിലായിട്ട് കണ്ടുകൊണ്ടുള്ള ഈ ഒരു ഹൈറാർക്കിക്കൽ സിസ്റ്റം എന്ന് പറയുന്നത് ഇത് പല രീതിക്ക് നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട്. എല്ലാ തരത്തിലും നമുക്ക് ഇലക്ഷൻ വരുന്ന സമയത്തും ഇങ്ങനെ ഒരു രീതി കാണാൻ പറ്റും. എല്ലാവരിലും ഇല്ല. അതായത് പണത്തിൻ്റെ ത്രാസ് ഉയർന്നിരിക്കുന്ന ആൾക്കാരില്ല, അല്ലെങ്കിൽ ഭയങ്കര ഫെയിമുള്ള സെലിബ്രിറ്റി മോഡിലുള്ള ആൾക്കാരൊക്കെ വോട്ടിടാൻ വരുന്ന സമയത്ത് സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് വീട്ടുജോലിയുണ്ട്, അവർ പോണ ജോലിയുണ്ട്, വീട്ടിലെ കാര്യങ്ങളുണ്ട്. അപ്പോൾ രാവിലെ തൊട്ട് വലിയ ക്യൂവിൽ വന്ന് നിൽക്കുന്ന ആൾക്കാരുണ്ട്. ഇവരൊക്കെ ഇത്രയും ക്യൂ പാലിച്ച് നിൽക്കുന്ന സമയത്ത് പോലും പെട്ടെന്ന് ഓടിക്കത്തിച്ച് വന്ന് കയറുന്ന ഈ പറയുന്ന സെലിബ്രിറ്റി മോഡിലുള്ള ആൾക്കാർ വന്നിട്ട് അപ്പോഴേ തന്നെ വോട്ട് കുത്തിയിട്ട് പോവുക. ഇതിൻ്റെ പേരിൽ പ്രതിഷേധങ്ങൾ വരെ നടന്നിട്ടുണ്ട് പല സ്ഥലങ്ങളിലും. അങ്ങനെ നിന്ന് വോട്ട് ചെയ്യുന്ന സെലിബ്രിറ്റി മോഡിലുള്ള ആൾക്കാരും ഉണ്ട്, അല്ലാതെ ഇതുപോലെ അവകാശവാദം ഉന്നയിച്ചിട്ടുള്ള ആൾക്കാരുണ്ട്. അപ്പം ഇത് എന്തിൻ്റെ പേരിലാണ്? ഈ പറയുന്ന സെലിബ്രിറ്റി മോഡിലുള്ള ആൾക്കാർ എന്താ, മനുഷ്യരല്ലേ? ഇവർ തമ്മിൽ നമ്മുടെ സാധാരണ ജനങ്ങളും ഇവരും തമ്മിൽ എന്തെങ്കിലും കൊമ്പും വാലും ഉണ്ടോ? നമുക്ക് ശബരിമലയുമായിട്ട് ബന്ധപ്പെട്ട് നോക്കുന്ന സമയത്ത് മാത്രമല്ല, ഇത് ഗുരുവായൂർ അമ്പലമായിട്ട് എടുക്കുന്ന സമയത്തായാലും പത്മനാഭസ്വാമി ക്ഷേത്രത്തിലായാലും, ഇത് പത്മനാഭസ്വാമി ക്ഷേത്രം രാജകുടുംബത്തിൻ്റെ വകയാണ്, അതുമായിട്ട് ബന്ധപ്പെട്ടതാണെങ്കിൽ പോലും ഒന്ന് ആലോചിച്ച് നോക്കിയേ. അവിടെ നടക്കുന്ന സിസ്റ്റവും ഇതിനപ്പുറമാണ് നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് പറയുന്നത്. അപ്പം പൈസ കൂടുതലായിട്ട് കൊടുത്ത് ഈ പറയുന്ന അർച്ചന ചെയ്യുന്ന സമയത്ത് അവർക്ക് ഏറ്റവും മുന്നിലെത്താൻ പറ്റും. ഇത് നമ്മുടെ നാട്ടിൽ മാത്രമല്ല, ഇത് തമിഴ്നാട്ടിൽ നടക്കുന്നുണ്ട്, കർണാടകയിലെ ക്ഷേത്രങ്ങളിൽ നടക്കുന്നുണ്ട്, തിരുപ്പതി പോലുള്ള അങ്ങനെ വലിയ വലിയ ക്ഷേത്രങ്ങളെല്ലാം ഈ ഒരു സിസ്റ്റമാണ്. പണം ഉണ്ടോ, പണം എറിയുന്നുണ്ടോ, അവന് മുൻപിൽ നിന്ന് ദൈവത്തിനെ കണ്ടറിഞ്ഞ് തൊട്ട് തൊഴുത്ത് പോകാൻ പറ്റുന്ന ഒരു സിസ്റ്റം. ഇത് നമ്മുടെ എല്ലാ നാട്ടിലേക്കും വ്യാപിച്ചിരിക്കുകയാണ്. ഇത് കാണുന്ന സമയത്താണ് ഇവിടെ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനെതിരെ നമ്മുടെ ഹൈക്കോടതിയും ചോദ്യം ചെയ്തിരിക്കുന്നത്. കാരണം കൊച്ചു കുട്ടികളടക്കമുള്ളവർ കൃത്യമായിട്ട് ശബരിമലയിൽ അയ്യപ്പൻ്റെ സന്നിധിയിൽ വരുന്നത് എത്രയോ ദിവസത്തെ വ്രതമെടുത്ത് അനുഷ്ഠിച്ച് മാലയിട്ട് അവർ അത്രയും വലിയ ഭക്തിയോടെ ഭക്തി നിർഭരമായിട്ട് വരുന്ന സമയത്ത് മല ചവിട്ടി അത്രയും ഈ പറയുന്ന ഇരുമുടിക്കെട്ടും തലയിൽ വെച്ചുകൊണ്ട് വരുന്ന അത്രയും ആൾക്കാർക്ക് ഈ ക്യൂവിൽ എത്രയോ മണിക്കൂറോളം, അപ്പം നമുക്ക് കഴിഞ്ഞ വർഷമൊക്കെ നടന്ന കാര്യങ്ങൾ പലവട്ടം അറിയാം. ക്യൂവിൽ ഭയങ്കരമായിട്ട് പ്രശ്നങ്ങൾ വന്നിട്ട് കുഞ്ഞു കുട്ടികളടക്കം ശ്വാസം മുട്ടി അത്രയും തിക്കി തിരക്കി നിന്നിട്ട് അയ്യപ്പനെ കാണാൻ പറ്റുന്നതിൽ എത്രയോ 21-22 മണിക്കൂറോളം നിന്ന ഇഷ്യൂസൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പം പോലും കുഞ്ഞു കുട്ടികളാണെന്നുള്ള പരിഗണന കൊടുത്തിട്ട് വേറൊരു ക്യൂ ആയിട്ട് മാറ്റുക, കുട്ടികൾക്ക് അല്ലാതെ കാണാൻ പറ്റും, ഇതൊരു തരത്തിലും ആരും അംഗീകരിച്ചില്ല. അങ്ങനെ ഇരിക്കുന്നൊരു സാഹചര്യത്തിലാണ് ഇപ്പം പോലും ഈ പറയുന്ന കുറച്ച് നേരം മാത്രമാണ് നമുക്ക് ആ ഒരു അയ്യപ്പനെ കാണാൻ പറ്റുക എന്ന് പറയുന്നത്. അവിടെ പോലീസുണ്ട് കൃത്യമായിട്ട് മാറ്റി മാറ്റി വിടാൻ വേണ്ടിയിട്ട്. അപ്പം ആ ഒരു സാഹചര്യത്തിൽ കഴിഞ്ഞ ദിവസം ദിലീപ് പെട്ടെന്ന് വരിക, ദിലീപിന് ക്യൂ ഇല്ല, ഒന്നുമില്ല, പോലീസിന്റെ അകമ്പടിയോടുകൂടി ഈ പറയുന്ന മുന്നിലേക്ക് എത്തുക, അവിടെ ഏറ്റവും മുന്നിൽ ദൈവത്തിനോട് നേർക്ക് നേർ നിന്ന് ഹരിവരാസനം മുഴുവനായിട്ട് കേട്ടുകൊണ്ട് എത്ര നേരം വേണമെങ്കിലും കണ്ട് തൊഴുത് അനുഗ്രഹം വാങ്ങിക്കാനുള്ള അവസരം പോലീസ് ഒരുക്കി കൊടുക്കുന്നു. ഇത് ദേവസ്വം ബോർഡിന്റെ അനുമതിയോടുകൂടി അല്ലേ എന്നുള്ള നമ്മുടെ ഹൈക്കോടതിയുടെ ക്വസ്റ്റ്യൻ, അത് അറിഞ്ഞില്ലേ എന്നുള്ള ക്വസ്റ്റ്യൻ, ഇങ്ങനെ കുറേ കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പം ഇതിന്റെ തൊട്ട് ബാക്കിലായിട്ട് ഇദ്ദേഹത്തിന്റെ കുറേ ആൾക്കാരുണ്ടല്ലോ, ഇവരെല്ലാം നിൽക്കുന്നതിന്റെ തൊട്ട് ബാക്കിലായിട്ട് കുഞ്ഞു കുട്ടികളടക്കം ദൈവത്തിനെ കാണാൻ വേണ്ടി ഏന്തി വലിക്കുന്ന ഒരുപാട് വീഡിയോസൊക്കെ ഇപ്പോൾ വൈറലായിട്ട് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ പോയിക്കുന്നുണ്ട്. അപ്പം ഇവർക്കൊക്കെ കാണാൻ പറ്റാത്ത തരത്തിലേക്ക് ഇങ്ങനെ മാറി നിന്ന് ഇത്രയും മണിക്കൂറോളം അല്ലെങ്കിൽ ഇത്രയും മിനിറ്റോളം ഇവർക്കൊക്കെ മുന്നിലേക്ക് നിൽക്കാൻ വേണ്ടിയിട്ട് എന്ത് തരത്തിലുള്ള എന്ന് പറയുന്നത് ബാക്കിയുള്ളവരിൽ നിന്ന് എന്ത് പരിഗണനയാണ് ഇവർക്കൊക്കെ കൊടുക്കേണ്ടതെന്നാണ് നമ്മുടെ ഹൈക്കോടതി ചോദിച്ചിട്ടുള്ളത് എന്ന് പറയുന്നത്. ഇത് എല്ലാവരും ഈ പറയുന്ന ഇതിനെതിരെ നമ്മുടെ അയ്യപ്പ ഭക്തന്മാരായിട്ടുള്ള എല്ലാ ആൾക്കാരും ഈ ഒരു വീഡിയോയുടെ താഴെ വന്നിട്ട് ഇതുമായി ഉന്നയിച്ചുള്ള വാർത്തകൾ വന്നിട്ടുള്ള എല്ലാത്തിൻ്റെയും താഴെ വന്നിട്ട് അവരുടെ കമന്റ് സെക്ഷനിൽ പറഞ്ഞിട്ടുണ്ട് ഇത് ശരിയായിട്ടുള്ള നടപടി എന്നുള്ളത്. പക്ഷേ ഇതുമായിട്ട് ബന്ധപ്പെടുത്ത സമയത്ത് ഞാൻ ആദ്യമായിട്ടാണ് ദിലീപിനെതിരെ മാത്രമായിട്ട് ഒരു കേസ്, ഇങ്ങനെ ഒരു സംഭവം വരുന്നത്. ഇതിനു മുന്നും നിങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ജയറാം നിൽക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് പല വീഡിയോയിൽ, നമ്മൾ TV-യിൽ. പക്ഷേ ഇത് ഭയങ്കരമായിട്ട് വന്നിട്ടില്ല, ഒരു ചർച്ചാ വിഷയമായിട്ട് വന്നിട്ടില്ല. പല സെലിബ്രിറ്റി മോഡിലുള്ള ആൾക്കാരും ഏറ്റവും മുന്നിൽ ഒരുപാട് തവണ മിനിറ്റുകളോളം നിൽക്കുന്ന വീഡിയോസൊക്കെ നമ്മൾ ഇതിനു മുന്നേ കണ്ടിട്ടുണ്ട്. അതൊരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. ഇവിടെ ഇപ്പം ദിലീപ് മാത്രം വന്നപ്പോൾ എങ്ങനെ ചർച്ച ആയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് എനിക്ക് വലിയ ഐഡിയ ഒന്നുമില്ല. പക്ഷേ ഇതിനെക്കുറിച്ച് ദിലീപ് വന്ന സമയത്ത് ഒരു പക്ഷേ കേസ് നിൽക്കുന്ന ഒരു വ്യക്തിയാണ്, അങ്ങനെ അതുകൊണ്ടൊക്കെ ആയിരിക്കും ഒരു പക്ഷെ വന്നത്. അതിനെക്കുറിച്ച് എനിക്ക് യാതൊരു ഐഡിയ ഇല്ല. പക്ഷെ എന്തിരുന്നാൽ പോലും ഏത് പദവിയിലിരിക്കുന്ന വ്യക്തിയായാലും ഏത് സെലിബ്രിറ്റി മോഡിലുള്ള വ്യക്തിയായാലും എത്ര ഫെയിമുള്ള വ്യക്തിയായാലും നമ്മൾ മനുഷ്യരെല്ലാം ഈക്വലായിട്ടുള്ളതാണ് ദൈവത്തിൻ്റെ മുന്നിൽ. ദൈവത്തിൻ്റെ സന്തതികളാണ് നമ്മളെല്ലാവരും എന്നാണല്ലോ പറയപ്പെടുന്ന ഒരു പൊതു സിദ്ധാന്തം, വേദാന്തം എന്നൊക്കെ പറയുന്നത്. അങ്ങനെ നോക്കുന്ന സമയത്ത് നമ്മൾ ദൈവത്തിനെ തേടി ആ ദൈവത്തിനെ ഒരു നോക്ക് കാണാൻ പോയി നിൽക്കുന്ന സമയത്ത് അവിടെ പ്രത്യേകിച്ച് ഒരുവന് കൊമ്പും വാലും അല്ലെങ്കിൽ പ്രത്യേകിച്ച് കസേരയിട്ട് ഇരുത്തിയും ബാക്കിയുള്ളവരെ നിലത്തിരുത്തിയും ചെയ്യുന്നത് ശരിയായിട്ടുള്ള ഒരു നടപടിയല്ലല്ലോ. നമ്മൾ തുല്യരായിട്ട് തന്നെ കാണാൻ സമത്വം നീതിയൊക്കെ ഒരുപാട് പ്രസംഗിക്കുന്നവരാണല്ലോ നമ്മുടെ നാട്ടിലുള്ളത്. അപ്പോൾ അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നത് ഭയങ്കര തെറ്റായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. ഇത് മുതിർന്നവർ മാത്രം നിൽക്കുന്ന ഒരു സ്ഥലത്താണെങ്കിൽ പിന്നെ
നമുക്കതിനെ ന്യായീകരിക്കാൻ പറ്റും. ഇതല്ല, കുഞ്ഞു കുട്ടികളടക്കം പ്രായമായ ആൾക്കാരടക്കം നിൽക്കുന്ന ഒരു സമയത്ത് ഇത്രയധികം ഈ ഒരു വ്യക്തിക്ക് കുറേയധികം മിനിറ്റുകളോളം അവിടെ തന്നെ നിൽക്കാൻ സമ്മതിക്കുന്ന സമയത്ത് ബാക്കിൽ നിന്ന കുഞ്ഞു കുട്ടികളോട് അടക്കമുള്ള ആൾക്കാർക്ക് ദൈവത്തിനെ കാണാനുള്ള ഒരു അവസരമാണ് നിഷേധിക്കപ്പെടുന്നത്. ഇത്രയും ദൂരം നിന്ന് വരുന്നവർക്ക്, ഇത്രയും വ്രതം അനുഷ്ഠിച്ച് വരുന്നവർക്ക്, മല ചവിട്ടി വരുന്നവർക്ക്. അപ്പം ഇതിനൊക്കെ ശക്തമായിട്ട് ഈ ഒരു ഇഷ്യൂവിനെ വെച്ചുകൊണ്ടല്ല, ഇങ്ങനൊരു ഹൈറാർക്കി സിസ്റ്റം ഇവിടെ നിലനിൽക്കുന്നുണ്ട് പല തരത്തിൽ, പല രീതിയിൽ. ഞാൻ നേരത്തെ പോലെ ഇലക്ഷൻ്റെ കാര്യം വരുന്ന സമയത്തായാലും ഇനി മറ്റ് പല അമ്പലങ്ങളുമായി ബന്ധപ്പെട്ടല്ല, ഇനി പല സാഹചര്യങ്ങളിലും വരുന്നുണ്ട്. ഇതിനെയൊക്കെ കൃത്യമായിട്ട് ചോദ്യം ചെയ്യുക തന്നെ വേണം. അതിന് ഇതുപോലെ ഹൈക്കോടതി, സുപ്രീം കോടതി പോലുള്ള കോടതികൾ മാത്രം ഇടപെടുന്ന സമയത്തായിരിക്കും ഏറ്റവും കൂടുതലായിട്ട് എല്ലാ ആൾക്കാരും അതിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതെന്ന് പറഞ്ഞത്. ഇപ്പം ദിലീപിനെതിരായിട്ട് മാത്രമല്ല ഞാനിത് പറയുന്നതെന്ന് പറഞ്ഞത്. കാരണം ദിലീപ് വന്നു, ദിലീപിന് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കൊടുക്കാൻ തയ്യാറായ സമയത്ത്, പരിഗണന കൊടുത്ത സമയത്ത് അദ്ദേഹം മുന്നോട്ട് പോയി. അദ്ദേഹത്തിനെ നമുക്ക് എനിക്ക് പ്രത്യേകിച്ച് കുറ്റം പറയാൻ തോന്നില്ല. അങ്ങനെ പരിഗണന കൊടുക്കാൻ നിന്ന പോലീസുകാർ അത് ദേവസ്വം ബോർഡിൻ്റെ അനുമതിയോട് കൂടിയാണെങ്കിൽ അവരെയാണ് സത്യത്തിൽ ചോദ്യം ചെയ്യട്ടെ എന്ന് പറഞ്ഞത്. അയാൾ വന്നതാണ്, അയാൾ ഫെയിമാണ്, സെലിബ്രിറ്റിയാണ്, അയാൾക്ക് നേരെ പോകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ ഉറപ്പായിട്ട് പോകേണ്ടതാണ്. അല്ലെന്നുണ്ടെങ്കിൽ തിരിച്ച് വീട്ടിൽ പോകാൻ പറയണം. ഇത് ചെയ്യേണ്ടത് അവിടുത്തെ ദേവസ്വം ബോർഡും അവിടെ നിന്നിരുന്ന പോലീസുകാരുമാണ്. അതിലപ്പുറത്തേക്ക് ഇതിൽ ദിലീപിനെ വാരി വലിച്ചിടാനായിട്ട് ഞാനും ആഗ്രഹിക്കുന്ന ഒരു കാര്യമല്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിൽക്കുന്ന ആൾക്കാരാണ് എല്ലാവരും സമത്വന്മാരാണ്. പ്രത്യേകിച്ച് പോലീസ്, നമ്മുടെ ഈ പറയുന്ന പോലീസ് സേനാ വിഭാഗം എന്നൊക്കെ പറയുന്നത് എല്ലാ ജനങ്ങൾക്കും നീതി മേടിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആൾക്കാരാണ്. സമത്വം ആയിട്ടുള്ള കാര്യമാണ്, എല്ലാവർക്കും സമന്മാരാണെന്ന് ഉള്ള രീതിക്കാണ് ഈ നീതി വാങ്ങി കൊടുക്കേണ്ടതെന്നുള്ളത്. അപ്പം അവരാണ് നിയമപാലകരാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ മുന്നിൽ നിൽക്കേണ്ടത്. അപ്പം അവർ തന്നെ ആനയിച്ച് മുന്നോട്ട് പോയിട്ട് ദിലീപിനെ അതിൽ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും ചിന്തിക്കേണ്ട വിഷയം തന്നെയാണ്. ഇവിടുത്തെ യഥാർത്ഥ പ്രശ്നം എന്ന് പറയുന്നത് ഈ ഒരു സിസ്റ്റം ആരാണ് കൊണ്ടുവന്നത്, ഇങ്ങനൊരു ഹൈറാർക്കി സിസ്റ്റം ആരാണ് മുന്നോട്ട് വെച്ചത്, എന്തിനാണ് അദ്ദേഹത്തിന് അവിടെ മുതൽ സന്നിധാനം മുതൽ ഇവിടം വരെ ആനയിച്ച് കൊണ്ടുവന്നത്, അതിനാരാണ് മുൻകൈ എടുത്തത്, എന്താണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊടുക്കുന്നത്, ഇതൊക്കെ ചർച്ച നടക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ്. കാരണം സാധാരണ ജനങ്ങൾ ഇത്രയും റിസ്ക് എടുത്ത് അവർ പലതരത്തിലും കുഞ്ഞു കുട്ടികളടക്കം വരുന്ന സമയത്ത് അയ്യനെ കാണാനുള്ള അത്രയും ഭക്തിയോടെ, ഭക്തി സാന്ദ്രമായിട്ട് അവർ വരുന്ന സമയത്ത് അവർക്ക് അവസരം നിഷേധിക്കപ്പെടുന്നത് ഇനി ഏത് VIP ട്രീറ്റ്മെൻറ്റിൻ്റെ പേരിലായാലും അത് ന്യായീകരിക്കാൻ പറ്റുന്നൊരു കാര്യമില്ല.